കൂട്ടുകാരെ, ഇന്ന് ക്യാബേജ് ഉരുളൻകിഴങ്ങ് ഇട്ട് ഉണ്ടാക്കാൻ പോകുകയാണ്. ഇതിനകത്ത് ക്യാബേജ് ഞാനൊരു ചെറിയ ക്യാബേജാണ്, അത് ചെറുത് ഇവിടെയൊക്കെ ചെറുത് കിട്ടുന്നതുകൊണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ വലുതല്ലാത്തത് കൊണ്ട് ഒരു മുറിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. ചെറുത് നമുക്ക് ഒരെണ്ണം ചെറുതായിട്ട് മുറിച്ചു ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ ചെറുതായിട്ട് ഇതിങ്ങനെ മുറിച്ച് വെച്ചതുകൊണ്ട്, ഇത് ഒരു വലിയ സവോള ഇത്രയും വലുപ്പത്തിൽ ഞാൻ മുറിച്ച് വെച്ചു. പിന്നെ ഇത് 5 പച്ചമുളക്, ഇതിന് എരിവൊന്നും ഉള്ളതല്ല അധികം, അതുകൊണ്ട് 5 എണ്ണം ഇങ്ങനെ ഇച്ചിരി വലുപ്പത്തിലാണ് ഞാൻ മുറിച്ച് വെച്ചത്, വേണ്ടാത്തവർ എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ശകല ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ജീരകം, ഇത് കായപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, ഇത് ആവശ്യാനുസരണമാണ്. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. പിന്നെ എണ്ണ, ഇത് ഞാൻ ചീനച്ചട്ടി ഓൾറെഡി ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ 2 സ്പൂണ് എണ്ണ, നമുക്ക് ആവശ്യാനുസരണം ഒഴിക്കേണ്ടത്, അത് 2 സ്പൂൺ എണ്ണ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂണും കൂടി ഒഴിച്ചു. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കടുകിടുന്ന സ്ഥാനത്ത് നമ്മൾ ഇതിനകത്ത് ജീരകം ഇടാം. ജീരകവും കായപ്പൊടിയും കൂടെ ഞാൻ ഒന്നിച്ചാണ് ഇടാൻ പോകുന്നത്. എണ്ണ എൻ്റെ ഇവിടെ ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതിടാൻ പോവുകയാണ്. ഇത് രണ്ടും കൂടെ ഞാൻ ഇട്ടു. ഇതിനകത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞ് ജീരകം അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് സവാള ഇടണം. സവാള അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇടും. ഇതിനകത്ത് ഞാൻ ഇതിന് വെളുത്തുള്ളി ഇടത്തില്ല. വെളുത്തുള്ളി ഇടാത്ത കറിയാണിത്. കാരണം നമ്മൾ കാബേജിന് വെളുത്തുള്ളി ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാണ് ഞാൻ ഇഞ്ചി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ജീരകം ഇവിടെ പൊട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് സവാള ഇടുകയാണ്. സവാള ഇട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി ഇടും, പച്ചമുളകും ഇടും. ഇത് സവാള കുറച്ച് വഴന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടു. കാരണം നമുക്കിത് ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. അപ്പം ഇതിനകത്തോട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം നമ്മൾ കുറച്ച് സവാളേനെ പച്ചക്കിരിക്കണം. പച്ചക്കിരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വേകുന്ന സ്ഥാനത്ത് ഇതും കൂടെ വെന്ത് വന്നോളും. അല്ലെങ്കിൽ ഇതിന് സവാള ഒത്തിരി ഇതായിപ്പോവും, ബ്രൗൺ ആയിപ്പോവും. സവാളയും ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പം ഞാൻ ഇതിനകത്തോട്ട് ഉപ്പ് ഇടുകയാണ്. ഉപ്പിട്ടു ജസ്റ്റ് വഴത്തിക്കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ പാകം അനുസരിച്ചിടണം. അത് എത്ര വേണമെന്ന് നമുക്ക് അറിയാമല്ലോ, അതനുസരിച്ച് ഞാനൊരു ചെറിയ സ്പൂണിന് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു ചെറിയ സ്പൂണ്, ആ കണക്കാണ് ഞാൻ ഇട്ടത്. അപ്പം നമ്മൾക്ക് ഇത് ജസ്റ്റ് കളർ ഇറങ്ങി കഴിയുമ്പോൾ ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് വഴറ്റണം. നമുക്ക് ഉരുളൻകിഴങ്ങും കൂടെ ഞാൻ കൂട്ടത്തിൽ ഇടുകയാണ്. കാരണം ഉരുളൻകിഴങ്ങ് കുറച്ച് വേകണം. ഒരു പകുതി വേവ് ആകുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ക്യാബേജ് ഇടുന്നത്. അപ്പം ഉരുളൻകിഴങ്ങും കൂടെ ഇട്ട് ഞാനിത് ജസ്റ്റ് അടച്ച് വെക്കാൻ പോകും. അടപ്പ് വയ്ക്കുകയാണ്. ഇത് അടപ്പ് തുറന്നു, ഇത് വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പകുതി വേവായ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ക്യാബേജ് ഇടുകയാണ്. ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ മസാല എല്ലായിടത്തും ചേരണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതിന്
അപ്പോൾ ഇതിൻ്റെ ഒരു കളറും ചേഞ്ച് ആവും. ഇത് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തേങ്ങയില്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് എല്ലാവരും, എനിക്കറിയാം നാട്ടിലെല്ലാവരും തേങ്ങയിട്ടാണ് വെക്കുന്നതെന്ന്. പക്ഷേ തേങ്ങ ഇല്ലാത്തൊരു കറി എങ്ങനെ വെക്കണമെന്ന് നമുക്കറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തേങ്ങ ഇല്ലാതെയും നമ്മൾ കറികൾ വയ്ക്കാം. പെട്ടെന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് സ്കൂളിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിലോ പിന്നെ ലഞ്ചിന് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ നമ്മളിത് ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ അടപ്പ് തുറന്നു നോക്കുകയാണ് ഇത് റെഡി ആയോ എന്ന്. ഉരുളൻകിഴങ്ങ് നമ്മളുടെ മുറിഞ്ഞ് ഇത് കണ്ടോ, മുറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം ഇത് റെഡിയായി. അപ്പം ഞാനിത് ഗ്യാസ് നിർത്തി വയ്ക്കുകയാണ്. ഇതിന് നമ്മളുടെ ക്യാബേജ് പൊട്ടാറ്റോ റെഡിയായി. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇടുകയാണ്. മല്ലിയില ഇട്ടു. അപ്പം നമ്മളുടെ ഇതാണ് ഇന്നത്തെ ക്യാബേജ് പൊട്ടാറ്റോ കറി. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.